നമസ്തേ ബച്ചോ. ഇന്ന് 9th സ്റ്റാൻഡേർഡിലെ ബഹുത് ദിനോങ്കെ ബാദ് എന്ന കവിതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കവിതയുടെ പേര് ബഹുത് ദിനോങ്കെ ബാദ്, നാഗാർജുൻ ലിഖാ ഹുവാ ഏക് ചോട്ടി സി കവിത. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. കെ ബാദ്, ആഫ്റ്റർ എന്നുള്ള അർത്ഥം. देखिए, बहुत दिनों के बाद, ഒരുപാട് നാളുകൾക്ക് ശേഷം. അബ്കി മേനെ ജി ഫർ ദേഖി. അബ് മീൻസ് നൗ, മേം ഞാൻ, ജി ഫർ മീൻസ് മനസ്സ് നിറയെ. ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ ദേഖി കണ്ടു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറഞ്ഞു കണ്ടു. പകി പാകമായ, സുൻഹലി എന്ന് വെച്ചാൽ ഗോൾഡൻ കളറിലെ, ഫസലോങ്കി മുസ്കാൻ. ഫസൽ മീൻസ് ധാന്യം. മുസ്കാൻ മീൻസ് പുഞ്ചിരി. വയലിലുണ്ടാകുന്ന ധാന്യങ്ങൾ, അതാണ് ഫസൽ, ക്രോപ്പ്. അതിൻ്റെ ചിരി കണ്ടു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറയെ കണ്ടു പാകമായ ഗോൾഡൻ കളറിലെ ഫസലോങ്കി മുസ്കാൻ, ക്രോപ്പിൻ്റെ ചിരി, വിളവുകളുടെ ചിരി. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. അടുത്ത ലൈൻ നോക്കി. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. അബ് മേം ജി ഫർ സുൻ പായ, ഞാൻ മനസ്സ് നിറയെ കേട്ടു. സുനിന കേൾക്കുക, സുൻ പായ കേട്ടു. എന്താണ് കേട്ടത്? ധാൻ കൂട്ടുത്തി കിഷോരിയോങ്കി കോകൽ കണ്ടി താൻ. ധാൻ കൂട്ടി, ധാൻ കൂടിന മീൻസ് നെല്ല് കുത്തുക. കിഷോരിയോ മീൻസ് പെൺകുട്ടികൾ. കോകൽ കണ്ടി താൻ, അവരുടെ മധുരനാദം കുറേ നാളുകൾക്ക് ശേഷം കേൾക്കാൻ പറ്റി. നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ മധുരനാദം കേൾക്കാൻ പറ്റി. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. നെക്സ്റ്റ് ലൈൻ നോക്കി. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. അബ്കി മേനെ ജി ഫർ സൂംഘെ. സൂംഘിന മീൻസ് സുഗന്ധം അനുഭവപ്പെടുക, സുഗന്ധലേന, നല്ലപോലെ മണത്തറിയുക എന്നുള്ളത്. നോക്കി. ബഹുത് ദിനോങ്കെ ബാദ് അബ്കി മേനെ ജി ഫർ സൂംഘെ, മനസ്സ് നിറയെ ഞാൻ മണത്തറിഞ്ഞു. എന്താണ്? മൗൽസരി കെ ഢേർ ഢേർ സേ താജെ ടടുക്കെ ഫൂൽ. മൗൽസരി മീൻസ് ഇലഞ്ഞി മരമില്ലേ, ഇലഞ്ഞിയുടെ. ഢേർ മീൻസ് കൂന കൂട്ടുക, കൂന കൂടി ഇങ്ങനെ കിടക്കുന്നു. എന്ത്? താസേ ഠടുക്കെ ഫൂൽ, അതിൻ്റെ പൂക്കൾ. ഫൂൽ മീൻസ് പൂക്കൾ. താസേ ഠടുക്കെ മീൻസ് ഫ്രഷായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു. അത് ഇലഞ്ഞിയുടെ. അതിങ്ങനെ മനസ്സ് നിറയെ എനിക്ക് അതിൻ്റെ മണം അനുഭവിക്കാൻ കഴിഞ്ഞു. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. അടുത്ത നോക്കിയേ. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. അബ്കി മേം ജി ഫർ ചൂപ്പായ, എനിക്ക് മനസ്സ് നിറയെ ചൂപ്പായ, ചൂന മീൻസ് തൊടുക, എനിക്ക് തൊടാൻ പറ്റി. എന്തിനെ തൊടാൻ പറ്റി? അപ്നി ഗവൈ മീൻസ് എന്താണ്? തൻ്റെ ഗ്രാമം. പകടണ്ടി കി ചന്ദനവർണ്ണി ധൂൾ, തൻ്റെ ഗ്രാമത്തിലെ. പകടണ്ടി മീൻസ് ഒറ്റയടിപ്പാതയിലെ. ചന്ദനവർണ്ണി എന്ന് വെച്ചാൽ ചന്ദന നിറമുള്ള ധൂൾ, പൊടി. എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് തൊടാൻ പറ്റി. എന്താണ്? എൻ്റെ ഗ്രാമത്തിലെ റോഡിലെ ചന്ദന നിറത്തിലുള്ള മണലിനെ തൊടാൻ പറ്റി. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. അടുത്ത എന്താണ്? ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. അബ്കി മേനെ ജി ഫർ താൽ മഖാന ഖായ, ഞാൻ മനസ്സ് നിറച്ചു കഴിച്ചു. താൽ മഖാന ഒരു ഔഷധീയ പ്ലാന്റാണ് താൽ മഖാന. അത് ഞാൻ മനസ്സ് നിറയെ കഴിച്ചു. ഗന്നെ ചൂസേ ജീഫർ, ഗന്നെ മീൻസ് എന്താണ്? ഗന്ന എന്ന് വെച്ചാൽ കരിമ്പ്. ഗന്നെ ചൂസേ ജീഫർ, ചൂസിന മീൻസ് ഇങ്ങനെ കുടിക്കുക, വലിച്ചു കുടിക്കുക. ഗന്നെ ചൂസേ ജീഫർ, മനസ്സ് നിറയെ അത് വലിച്ചു കുടിക്കാൻ പറ്റി. ബഹുത് ദിനോങ്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് നിറയെ ഒരു ഔഷധീയ പ്ലാന്റ്, അതിൻ്റെ അത് കഴിച്ചു.
ജ്യൂസ് കുടിച്ചു. ബഹുദിനോം കെ ബാദ് ഒരുപാട് നാളുകൾക്ക് ശേഷം അബ്കി മേനെ ജി ഫർ ഫോഗെ. അബ്കി മേനെ ജി ഫർ ഫോഗെ ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഫോഗിനെ അനുഭവകരണം, അനുഭവിക്കാൻ പറ്റി. എന്തനുഭവിച്ചു? ഗന്ധ് മണം, രൂപ് രസ് ശബ്ദ് സ്പർശ് സബ് ഏക് സാത്ത് സാത്ത് ഇസ് ഭൂപർ. ഈ ഭൂമിയിലുള്ള എല്ലാം, അതായത് മണത്തറിയാൻ പറ്റി, രൂപം, രസം, ശബ്ദം, സ്പർശനം എല്ലാം എനിക്ക് ഒരുമിച്ച് ഈ ഭൂമിയിൽ അനുഭവിച്ചറിയാൻ പറ്റി. അപ്പോൾ ഇതാണ് കവിതയുടെ ഉള്ളടക്കം. ഒരുപാട് നാളുകൾക്ക് ശേഷം കവി തൻ്റെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഇതൊക്കെ മിസ്സായിരുന്നു കവിക്ക്. അപ്പോൾ അതെല്ലാം കവിക്ക് ഒരുമിച്ച് അനുഭവിച്ചറിയാൻ പറ്റി. ഇതാണ് ഈ കവിതയുടെ ഉള്ളടക്കം. കവിത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.